പദ്ധതി ഉദ്ഘാടനമോ പ്രവൃത്തി ഉദ്ഘാടനമൊക്കെ ഉണ്ടെങ്കിൽ ശ്രീ നിതിൻ ഗഡ്കരി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും അറിയിക്കാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്. ഇത്തവണ NH-66 ഉദ്ഘാടന പരിപാടി, പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേരില്ല. നമുക്കറിയാം NH-66 എങ്ങനെയാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത്. മുടങ്ങിപ്പോയ പദ്ധതിയാണ്, മരണപ്പെട്ട പദ്ധതിയാണ്. 2014 ഈ പദ്ധതി ഇനി കേരളത്തിൽ നടക്കില്ല, അതുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നുവെന്ന് റിട്ടേണായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലപാട് സ്വീകരിച്ച് അവരുടെ ഓഫീസും പൂട്ടിപ്പോയതാണ്. അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഈ പദ്ധതി മുടങ്ങാൻ കാരണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. പ്രകടന പത്രികയിൽ തന്നെ LDF പറഞ്ഞിരുന്നു, LDF അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി മുടങ്ങിപ്പോയത് തിരിച്ചു കൊണ്ടുവരാൻ ഇടപെടും. അങ്ങനെ പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ ഭാഗമായി കൂടുതൽ ഫണ്ട് കേന്ദ്ര സർക്കാർ തരേണ്ടതുണ്ട്, പക്ഷെ അത് തരാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പറ്റില്ല എന്നുള്ളൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. പിന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ അതുവരെ ദേശീയപാത വികസനത്തിന് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പണം മുടക്കിയിട്ടില്ല. പക്ഷേ കേരളം ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമാണ്. ഗതാഗതക്കുരുക്ക് ഒരു വലിയ പ്രശ്നമാണ്. വാഹനപ്പെരുപ്പം ഭീകരമായ പ്രശ്നമായി മാറുന്നു. അതിനൊരു ആശ്വാസ പദ്ധതിയാണ് NH-66 എന്നുള്ളത് കൊണ്ട് തന്നെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറ്. മറ്റ് പദ്ധതികൾക്ക് വേണ്ടി വെച്ച പണമാണ് ചെലവഴിക്കുന്നത്. 100-200 കോടിയല്ല, 5600 crore, 5600 കോടി. അതിൻ്റെ കാര്യം പറയുകയാണ്, അത് പിന്നീട് കിഫ്ബി ഫണ്ടാണ്. അത് പിന്നീട് കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി. കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തുമ്പോൾ ഈ 5600 കോടി ഡബിൾ ആവുകയാണ്. ഏകദേശം 12000 കോടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഭാഗമായി പണം ചെലവാകുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടപെട്ടു, പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടു, എല്ലാ വകുപ്പുകളും ഇടപെട്ടു, എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചു. ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരി തന്നെ എത്രയോ തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചു. നിങ്ങളൊക്കെ വാർത്ത കൊടുത്തതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ ഈ കേരളത്തിലെ ഹെഡാണ്. ഇന്ത്യയിൽ ഏതൊരു സ്റ്റേറ്റും മാതൃകയാക്കണം കേരളത്തിലെ PWDയും കേരളത്തിലെ സർക്കാരും എടുക്കുന്ന സമീപനം. എല്ലാ 2 ആഴ്ചയിൽ റിവ്യൂ എടുത്തുന്നു, ഇടപെടുന്നു. എവിടെയാണോ എന്താണോ പ്രശ്നം, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇടപെട്ടു. അതിന് എത്രയോ തവണ അഭിനന്ദിച്ചു. എന്നാൽ ഇപ്പോൾ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനമാണ്. അതിൽ നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം, യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ NH-66 ഉദ്ഘാടനം സെപ്പറേറ്റ് വേണമായിരുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അതിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ PWD മന്ത്രിയില്ല, BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടി വരേണ്ട ആളാണോ? നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? ഈ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. X or Y ആര് വേണമെങ്കിലും വകുപ്പ് മന്ത്രിയാവാം. മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ആരും ആയിക്കൊള്ളട്ടെ. കേരളത്തിൻ്റെ അവകാശമാണ് ഇത്തരം ഉദ്ഘാടന പരിപാടിയിൽ ബന്ധപ്പെട്ടവർ പങ്കെടുക്കുക. ദേശീയപാത ഉദ്ഘാടനങ്ങൾ കേരളത്തിൻ്റെ പട്ടികകൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാ കാലത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമാണ്. ഇവിടെ തന്നെ ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതല എടുത്തതിന് ശേഷം എത്ര ദേശീയപാത പരിപാടി പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ എന്തിനൊഴിവാക്കി? അത് ശരിയാണോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അതിൻ്റെ പരിപാടി വിളിച്ചു. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റിനെ വിളിക്കണ്ടേ? CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ വിളിക്കണ്ടേ? CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ വിളിക്കണ്ടേ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വത്തൊക്കെ വിളിക്കണ്ടേ? പേര് വേണ്ട, വിളിക്കാം, പേര് വെക്കണ്ടേ? ഇത് ജനാധിപത്യത്തിൽ ഗുണകരമാണോ? പിന്നെ ഇതുകൊണ്ട് ദേശീയപാത 66 യാഥാർത്ഥ്യമാക്കുന്നതിൽ LDF സർക്കാരിന് റോളില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമമെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്റർ പതിഞ്ഞതുപോലെ പതിഞ്ഞ കാര്യങ്ങളാണ്. അതല്ല ഇവിടെ വിഷയം. ഇത് ശരിയായൊരു നിലപാടല്ല. ജനാധിപത്യത്തിൽ നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. ഇപ്പോൾ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് വീട് വെച്ചു കൊടുത്ത പദ്ധതി, ആ പദ്ധതി ചില കാര്യങ്ങൾ ചില വിവാദം ഉണ്ടായി. അതിൽ
ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ്, അധ്യക്ഷ പ്രസംഗം റവന്യൂ മന്ത്രിയാണ്. പിന്നെ ഞങ്ങൾ 3 മന്ത്രിമാരുണ്ട് അവിടെ. ഇതിൻ്റെ ഭാഗമായി ചുമതലയെടുത്ത് പ്രവർത്തിച്ച 3 പേർ ഞങ്ങൾ അവിടെ നിശ്ചയിച്ചു, ആലോചിച്ചു. ജില്ലയിലെ മന്ത്രി, വയനാട് ജില്ലയിലെ മന്ത്രിയായ കേളു മിനിസ്റ്റർ സംസാരിച്ചാൽ മതി, ഞാനും ശശീന്ദ്രൻ മിനിസ്റ്ററും സംസാരിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ MLA സംസാരിപ്പിക്കണം. MLA UDF ആണ്. വേണമെങ്കിൽ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കുക, 2 മന്ത്രിമാരും MLAയും സംസാരിക്കുന്നില്ല, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. മന്ത്രിമാർ സംസാരിക്കാത്തടുത്ത് MLA വേണോ എന്നൊക്കെ വേണമെങ്കിൽ ആലോചിച്ച് തീരുമാനിക്കുക. പക്ഷേ അവിടുന്ന് ഞങ്ങൾ ആലോചിച്ചത് MLA വേണം, സ്ഥല MLA ആണ്. സ്ഥല MLAക്ക് ഒരു ബഹുമാനം കൊടുക്കുക, അത് രാഷ്ട്രീയമല്ലേ. ഇതാണ് ഞങ്ങളെടുത്ത സമീപനം. അപ്പോൾ ഇതിലൊക്കെ അങ്ങനത്തെ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വെട്ടി പകരം BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ പേര് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ഗുണകരമാണോ? ഇത് പൊതുമരാമത്ത് വകുപ്പിനെയോ സർക്കാരിനെ അപമാനിച്ചല്ല, കേരളത്തെ അപമാനിക്കില്ല. കേരളത്തെ അപമാനിക്കുന്ന ഒരു നിലപാടായി. അല്ല, അത് ഞാൻ അവരോടൊന്നും ഞാൻ ഈ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇതിൽ എക്സ്ക്ലൂസീവ് PWDയെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ശ്രീ നിതിൻ ഗഡ്കരി പങ്കെടുക്കണ്ടോ എനിക്കറിയില്ല. അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അപ്പം എനിക്കത് അറിയില്ല. സാധാരണ അദ്ദേഹത്തിന്റെ ഓഫീസ് എല്ലാ കാര്യവും പറയുന്നതാണ്. അല്ല, ഞാനത് ചോദിച്ചിട്ടില്ല. ഞാൻ ഇത് തന്നെ ഒരു വിഷയമാണല്ലോ. അല്ലാതെ വിവിധ ഉദ്ഘാടനങ്ങളുണ്ട്. അത് റോഡിന്റെ ഉദ്ഘാടനം മാത്രമല്ല, മറ്റു പല പദ്ധതികളുടെ ഉദ്ഘാടനം ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരാണ്. അപ്പോൾ നാഷണൽ ഹൈവേ 66 എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ആശ്വാസ പദ്ധതിയല്ലേ. ലോകത്ത് എവിടെയും ജീവിക്കുന്ന മലയാളി, 45 മീറ്റർ വീതി, 6 വരി, അത് യാഥാർത്ഥ്യം. അപ്പോൾ ആയോടത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ത് വേഗത്തിൽ നമുക്ക് എത്താൻ പറ്റുന്നു, എത്ര വേഗത്തിൽ. അപ്പം അതൊക്കെ എല്ലാവരും കൂടി സന്തോഷിക്കേണ്ടതല്ലേ. അതിനിപ്പോൾ ഏതെങ്കിലും ഒരാളെ മാറ്റി അല്ലെങ്കിൽ ഒരു വകുപ്പിനെ മാറ്റുകയോ ചെയ്താൽ എന്താ അതിലൊക്കെ കിട്ടുന്ന സന്തോഷം? അല്ല, അത് ജനങ്ങളാണല്ലോ. അത് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണല്ലോ. ഞാൻ ചോദിച്ച വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. BJP സംസ്ഥാന അധ്യക്ഷനോട് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടല്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് വെച്ച് മാത്രം വിളിക്കുന്നത് ശരിയാണോ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിരവധി ഉദ്ഘാടനങ്ങളുണ്ട്. ഗോവിന്ദ മാഷ്, അദ്ദേഹം MLA കൂടിയാണ്. ഗോവിന്ദ മാഷ് ഇപ്പോൾ തുരങ്കപാത, അതല്ലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മളെ പാലം, അല്ലെങ്കിൽ അമ്പൂരി പാലം, ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിൽ ഗോവിന്ദ മാഷ് മാത്രം ക്ഷണിച്ചാൽ നിങ്ങൾ വിടുമോ? വിടാൻ പാടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ അത് ഒഴിവാക്കാൻ പാടില്ല. ശക്തമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കണം. അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തെയും ഗോവിന്ദ മാഷെയും മാത്രം വിളിച്ചാൽ ശരിയാണോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് ശരിയാണോ? നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ് ഇത്. ഏതെങ്കിലും ഒരു മുഹമ്മദ് റിയാസിനെയോ അല്ലെങ്കിൽ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ അപമാനിക്കലല്ല, കേരളത്തെ അപമാനിക്കലാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി മൊത്തം താങ്കൾക്കായിരുന്ന പോലെയായിരുന്നു അല്ലെ? ഈ എവിടെയെങ്കിലും ഇടിഞ്ഞു വീഴുക അല്ലെങ്കിൽ നിർമ്മാണത്തിന് എന്തെങ്കിലും ഭാവപ്പെടുന്നുണ്ട് അപ്പോഴെല്ലാം റിയാസ് ഉത്തരം പറയണമെന്നാണ് BJP ഒക്കെ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഉദ്ഘാടനം വന്നപ്പോൾ അല്ല, അതിലൊന്നും ഞാൻ മറുപടി പറയുന്നത്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നതാണല്ലോ, ജനങ്ങൾ അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കോഴിക്കോട് ബൈപ്പാസ്, നിങ്ങൾ പലരും അന്നും ഈ ജില്ലയിൽ വർക്ക് ചെയ്തവരല്ലേ. ആ ബൈപ്പാസിൻ്റെ സ്ഥിതി എന്തായിരുന്നു? എങ്ങനെയാണ് കരാറുകാരൻ ആരാന്ന് പോലും അറിയാതെ അതിൽ അന്നത്തെ ജില്ലാ കലക്ടറും ഞങ്ങളൊക്കെ എടുത്തൊരു എഫേർട്ടില്ലേ. എത്ര തവണ ഇടപെട്ടിട്ടാണ് അത് പരിഹരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ ആകെ ജനങ്ങളെ മനസ്സിൽ നിന്ന് പോയോ? ജനങ്ങളെ മനസ്സിൽ നിന്ന് പോകുന്ന ഒരു സ്ഥിതി അതിലേക്ക് വരുമോ? അത് ന്യായമാണോ? അതാണ് പ്രശ്നം. ജനാധിപത്യത്തിന് ഇത് ഗുണമാണോ? അല്ല, അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല. മുമ്പ് വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് ഞങ്ങളൊക്കെ സദസ്സിൽ, അതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. കാരണം എല്ലാ സ്റ്റേറ്റ് മന്ത്രിമാരും വേദിയിലിരിക്കേണ്ട, ബന്ധപ്പെട്ട ചുമതലയുള്ള മന്ത്രിമാർ ഇരുന്നാൽ മതി. അത് അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എങ്ങനെ അവിടെ ഇരുന്നു? BJP സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ എന്താണ് റോൾ എന്ന ചോദ്യം അന്ന് ഉന്നയിച്ചിരുന്നു. ഒരു ന്യായമായ ചോദ്യമാണ്. അല്ല, ഞാൻ പറയുന്നത് വളരെ ന്യായമായ ചോദ്യമാണ്. ഇതൊരു പ്രശ്നമല്ല. വളരെ ഗൗരവത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു വിഷയമല്ലേ. ഇപ്പോൾ ചൂരൽമലയുടെ വീട് വെക്കുന്ന പരിപാടിയുടെ ഭാഗമായി അല്ലെ മറ്റ് സ്റ്റേറ്റ് ഉദ്ഘാടന പരിപാടിയോ ഗോവിന്ദ മാഷെ പേര് അതിൽ വെച്ചാൽ അത് MLA ആണ്.
ശ്രീ ബിനോയ് വിശ്വം ഇപ്പം MLA അല്ല, മുമ്പ് MP ആയിരുന്നു. അദ്ദേഹത്തെ വെച്ചാൽ അത് ശരിയാണോ? അത് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ LDF ഗവൺമെൻറ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എത്ര അന്തിച്ചർച്ച നടത്തുമായിരുന്നു, എത്ര ഡിസ്കഷൻ എത്ര ദിവസം നീളുമായിരുന്നു. അപ്പോൾ ഇത് ജനാധിപത്യപരമായി ശരിയല്ല, ഇത് തെറ്റായ നിലപാടാണ്. NH-66 യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും LDF സർക്കാരും നടത്തിയ ഇടപെടൽ ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്റർ പതിഞ്ഞതുപോലെ പതിഞ്ഞു കിടക്കുകയാണ്. അത് ആർക്കും പറിച്ചു കളയാനാകില്ല. അതേത് ഉദ്ഘാടനത്തിന് വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒതുക്കലോ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സൊന്നും ഒതുങ്ങി പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അല്ല, അത് ഒക്കെ ബന്ധപ്പെട്ട സമയം ആവട്ടെ, നമുക്ക് സംസാരിക്കാം. യാഥാർത്ഥ്യമായി ഉദ്ഘാടന സമയത്ത് താങ്കൾ ഒഴിവാക്കി, വ്യക്തിപരമായി വിഷമമുണ്ട്. ഇതിൽ വ്യക്തിപരമല്ലല്ലോ, ഇതിൽ വ്യക്തിപരമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഇതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പൊതുമരാമത്ത് വകുപ്പും LDF സർക്കാരും NH-66 ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ല, ഇടപെട്ട രീതികളുണ്ട്. ഇടപെട്ട രീതി ഇതേ NH-66 മറ്റ് സ്റ്റേറ്റിൽ സ്ലോ ആയി, ഒച്ചിൻ്റെ വേഗത്തിലാണ്, ഇവിടെ വേഗത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരി പലതവണ സംസ്ഥാന സർക്കാരിനെ താങ്കളെ അഭിനന്ദിച്ചിട്ടുണ്ട്. അദ്ദേഹം ചടങ്ങ് പങ്കെടുക്കുന്നില്ല, അദ്ദേഹത്തെങ്കിലും താങ്കൾ പ്രതിഷേധം അറിയിക്കുക, അങ്ങനെ എന്തെങ്കിലും? അല്ല, എനിക്കത് എന്താണ് അതിൻ്റെ ശ്രീ നിതിൻ ഗഡ്കരി എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഈ NH-66 യാഥാർത്ഥ്യമാക്കാൻ ഈ 5 കൊല്ലം ഞങ്ങളുമായി ഏറ്റവും അധികം കണക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇതിൻ്റെ ഓരോ മൈന്യൂട്ട് വിഷയങ്ങളിലും ഞങ്ങൾ ഡിസ്കഷൻ നടത്താറുണ്ട്. വളരെ പോസിറ്റീവായ നിലപാട് അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എങ്ങനെ പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ വേറെ ഒരു പ്രതിഷേധം ഒന്നും പ്രകടിപ്പിച്ച് പോകാൻ ഇത് അല്ല. ഞാൻ പറയുന്നത് ഇത് ബാക്കി ജനങ്ങൾ ചർച്ച ചെയ്ത് പോകേണ്ട വിഷയങ്ങളാണ്. ജനങ്ങൾ ചർച്ച ചെയ്ത് പോകട്ടെ. അല്ല, ഇതിന്റെ ലിസ്റ്റ് വന്നത് ഇപ്പോഴല്ലേ നമുക്ക് കിട്ടിയത് മനസ്സിലായി. കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി അറിയിക്കുമോ ഈ ഒരു വിഷയം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്? അല്ല, അത് ഇപ്പോൾ ഈ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉദ്ഘാടന പരിപാടിയിൽ സ്റ്റേജിലിരിക്കുന്നത് നേരത്തെ തന്നെ ചർച്ച ചെയ്തതും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവരുമാണല്ലോ പിന്നെയും ഇടുന്നത്. അപ്പോൾ അത് അല്ല, അത് ബാക്കി നമ്മൾ കൂട്ടായി ചർച്ച ചെയ്തിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അതിൽ പറഞ്ഞിട്ട് ഉദ്ഘാടനം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചിത്രം വായിക്കാനാകില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പൊതുവെ ആളുകൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ജനാധിപത്യത്തിൽ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദകൾ പാലിക്കാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. എന്തായാലും പൊതുവെ ഇത് കേരളത്തോടുള്ള അപമാനമായി കാണേണ്ട വിഷയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.